ഹായ് ഓൾ ഓഫ് യു. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് 2024 മെയ് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് നോക്കാം. തീർച്ചയായിട്ടും PSC എക്സാമുകൾക്ക് ഉപകാരപ്പെടും. അപ്പം ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ്. ലോക പുകയില വിരുദ്ധ ദിനം എന്നാണത്? മെയ് 31 മെയ് 31. രണ്ടാമത്തെ ചോദ്യം 2024 ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ സന്ദേശം എന്താണ്? സന്ദേശം എന്ന് പറയുമ്പോൾ എന്താണ്? പുകയില വ്യാപാര ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ് 2024 മെയ് 31 നമ്മൾ ആചരിക്കുന്ന പുകയില വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം അല്ലെങ്കിൽ സന്ദേശം എന്ന് പറയാം. പുകയില വ്യാപാരത്തിൻ്റെ ഇടപെടലിൽ നിന്ന് കുട്ടികളെ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം എന്നതാണ്. ഓക്കെ, അടുത്തത് 2024 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ആദ്യത്തെ ചുഴലിക്കാറ്റിൻ്റെ പേരാണ് റിമാൽ. പേര് നൽകിയ രാജ്യമാരാണ്? ഒമാനാണ്. അർത്ഥം മണൽ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ കാറ്റിൻ്റെ പേര് റിമാൽ. ഓക്കെ, റിമാൽ. അടുത്ത ചോദ്യം 2024 IPL ജേതാക്കളായ ടീം ആരാണ്? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് 2024 IPL ജേതാക്കൾ. അടുത്ത ചോദ്യം 2024 മെയ്യിൽ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ എൽഗ പ്രവശ്യ സ്ഥിതി ചെയ്യുന്ന രാജ്യമേതാണ്? എൽഗ പ്രവശ്യ സ്ഥിതി ചെയ്യുന്ന രാജ്യമേതാണ്? പാപ്പുവ ന്യൂഗിനിയാണ്. പാപ്പുവ ന്യൂഗിനിയ. അടുത്ത ചോദ്യം തീവണ്ടികളിൽ സ്ത്രീ യാത്രക്കാർക്ക് സഹായം നൽകുവാനും സുരക്ഷ ഉറപ്പാക്കാനുമുള്ള റെയിൽവേയുടെ പദ്ധതിയുടെ പേരാണ് മേരി സഹേലി. മേരി സഹേലി എൻ്റെ കൂട്ടുകാരി എന്നാണ് എൻ്റെ അർത്ഥം അല്ലേ? മേരി സഹേലി എന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കണം. അടുത്തത് ഇന്ത്യയിലെ കർഷകർക്കായി വാർത്തകളും വിവരങ്ങളും പങ്കിടുന്നതിനായി ദൂരദർശൻ കിസാൻ അവതരിപ്പിക്കുന്ന AI അവതാരകർ ആരാണ്? AI കൃഷിയുണ്ട്, AI ഭൂമിയുണ്ട്. അപ്പോൾ ഇതൊന്നും മറക്കണ്ട, ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം AI യുഗത്തിൻ്റെ കാലമായതുകൊണ്ട് തന്നെ ഈ ചോദ്യം മറക്കണ്ട. ഇന്ത്യയിലെ കർഷകർക്കായി വാർത്തകളും വിവരങ്ങളും പങ്കിടുന്നതിനായി ദൂരദർശൻ കിസാൻ അവതരിപ്പിക്കുന്ന AI അവതാരകർ ആരൊക്കെയാണ്? AI കൃഷിയും AI ഭൂമിയുമാണ്. അടുത്ത ചോദ്യം 2024 മെയ് മാസത്തിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈൽ ഏതാണ്? രുദ്രമാണ്. രുദ്രം. അതേപോലെ കാൻ ചലച്ചിത്രവേളയിൽ ഛായാഗ്രഹണ രംഗത്തെ സംഭാവനയ്ക്കുള്ള പിയർ അജന്യു പുരസ്കാരത്തിന് അർഹനായ മലയാളി ഛായാഗ്രഹകൻ ആരാണ്? സന്തോഷ് ശിവനാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ ഏഷ്യക്കാരനാണ് ആര്? സന്തോഷ് ശിവൻ. അടുത്ത ചോദ്യം സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് നേർവഴി. സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് നേർവഴി. അടുത്ത ചോദ്യം എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിതയാരാണ്? ജ്യോതി രാത്രയാണ്. 55 വയസ്സാണ്. മധ്യപ്രദേശുകാരിയാണ്. അപ്പം എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിത ജ്യോതി രാത്രയാണ്. അടുത്തത് എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിത കാമ്യ കാർത്തികേയനാണ്. കാമ്യ കാർത്തികേയൻ. അടുത്ത ചോദ്യം 2 ആഴ്ചക്കിടെ 3 തവണ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വ്യക്തി പൂർണിമ ശ്രേഷ്ഠയാണ്. 2 ആഴ്ചക്കിടെ 3 തവണ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വ്യക്തി ആരാണ്? പൂർണിമ ശ്രേഷ്ഠ. അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ റെക്കോർഡ് സ്വന്തമാക്കിയ വ്യക്തിയാണ് കാമി റിത്തയാണ്. 30 തവണ. അപ്പം ഏറ്റവും കൂടുതൽ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതാരാണ്? കാമി റിത്തയാണ്. 30 തവണ. അടുത്ത ചോദ്യം 2024 മെയ്യിൽ ഡൽഹിയിൽ രാജ്യത്തെ റെക്കോർഡ് താപനില രേഖപ്പെടുത്തിയത് എത്ര ഡിഗ്രിയാണ്? 52.3 ഡിഗ്രി. അപ്പോൾ ഡൽഹിയിൽ 2023 മെയ്യിൽ രേഖപ്പെടുത്തിയ താപനില ഏറ്റവും റെക്കോർഡ് താപനില എന്നത് 52.3 ആണ്. അടുത്ത ചോദ്യം ഫോബ്സ് പുറത്തിറക്കിയ 2024 ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക റീജിയണൽ റൂറൽ ബാങ്ക് ഏതാണ്? കേരള ഗ്രാമീൺ ബാങ്കാണ്. 18ാം സ്ഥാനമാണ്. അപ്പം ഫോക്സ് പുറത്തിറക്കിയ 2024 ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക റീജിയണൽ റൂറൽ ബാങ്ക് ഏതാണ്? കേരള ഗ്രാമീൺ ബാങ്കാണ്. അടുത്ത ചോദ്യം പാലസ്തീൻ പ്രശ്നത്തെ കേന്ദ്ര പ്രമേയമാക്കി ഷീല ടോമി എഴുതിയ നോവൽ ഏതാണ്? അപ്പോൾ നോവലിൻ്റെ പേര്
ആ നദിയോട് പേര് ചോദിക്കരുത്, ആ നദിയോട് പേര് ചോദിക്കരുത് എന്നതാണ് പാലസ്തീൻ പ്രശ്നത്തെ കേന്ദ്രപ്രമേയമാക്കി ഷീല ടോമി എഴുതിയ നോവൽ. അടുത്ത ചോദ്യം, 2024 9ാമത് T20 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി എന്ന് പറയുന്നത് അമേരിക്ക വെസ്റ്റ് ഇൻഡീസാണ്. അപ്പം 2024 9ാമത് T20 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി ഏതാണ്? അമേരിക്ക, അതേപോലെ വെസ്റ്റ് ഇൻഡീസ്. 2024 വേൾഡ് പാരാ അത്ലറ്റിക് മീറ്റിൽ 1ാമത് രാജ്യം ചൈനയാണ്. ഇന്ത്യയുടെ സ്ഥാനം 6. ആണവ സുരക്ഷ സംബന്ധിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിന് 2024 വേദിയാകുന്നത് വിയന്ന. അടുത്ത ചോദ്യം, 2024 മെയ്യിൽ രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനം കേരളമാണ്. 2025 കേരള സമ്പൂർണ്ണ സ്റ്റാമ്പ് സംസ്ഥാനമായി മാറുകയാണ് ലക്ഷ്യം. 2024 മാതൃദിനം മെയ് 12. അപ്പോൾ മെയ് മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ചയാണ് മാതൃദിനമായി ആചരിക്കുന്നത്. അതേപോലെ അടുത്ത ചോദ്യം, ചട്ടമ്പി സ്വാമികളുടെ 100ാം സമാധി വാർഷികത്തോടനുബന്ധിച്ച് ചട്ടമ്പി സ്വാമികളുടെ പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ്? ശ്രീകണ്ഠേശ്വരം, ചട്ടമ്പി സ്വാമി പാർക്ക്, തിരുവനന്തപുരം. അടുത്ത ചോദ്യം, മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ 3ാമത് സാഹിത്യ പുരസ്കാരത്തിന് 2024 അർഹമായത്? MV ജനാർദ്ദനാണ്. കൃതി പെരുമലയൻ. അതേപോലെ വംശനാശ ഭീഷണി നേരിടുന്ന പോളോ പോണിയെ സംരക്ഷിക്കാൻ 30 ഏക്കർ പുൽമേടുകൾ അനുവദിച്ച സംസ്ഥാനം ഏതാണ്? മണിപ്പൂർ. അപ്പോൾ പോളോ മത്സരത്തിന് ഉപയോഗിക്കുന്ന കുതിരകളെയാണ് പോളോ പോണി എന്ന് അറിയപ്പെടുന്നത്. 2024 അന്തരിച്ച ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? രഘുനന്ദൻ കമ്മത്താണ്. ഓക്കെ. അതേപോലെ ഇന്ത്യ അന്റാർട്ടിക്കയിൽ 4 വർഷത്തിനകം സ്ഥാപിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രത്തിൻ്റെ പേരാണ് മൈത്രി 2. അപ്പോൾ ഇന്ത്യ അന്റാർട്ടിക്കയിൽ 4 വർഷത്തിനകം സ്ഥാപിക്കുന്ന ഗവേഷണ കേന്ദ്രത്തിൻ്റെ പേരാണത് മൈത്രി 2. അടുത്ത ചോദ്യം, അടുത്തിടെ ശെന്തുരുണി വന്യജീവി സങ്കേതത്തിൽ നിന്നും കാണപ്പെടുന്ന ഹാബ്രോ സിസ്റ്റം, സഹ്യാദ്രി, ഇരുര ശെന്തുരുണി എന്നിവ ഏത് ജീവിവർഗത്തിൽപ്പെടുന്നു? ചിലന്തികളാണ്. അപ്പം ഹാബ്രോ സിസ്റ്റം, സഹ്യാദ്രി, അതേപോലെ ഇരുര ശെന്തുരുണി എന്നൊക്കെ ഏതാണ്? ചിലന്തിയാണ്. കാലാവസ്ഥാ വ്യതിയാനം കാരണം എല്ലാ ഹിമാനികളും നഷ്ടപ്പെടുന്ന ആദ്യത്തെ രാജ്യം വെനിസ്വേല. അടുത്ത ചോദ്യം, കിഴക്കിൻ്റെ നോബൽ എന്നറിയപ്പെടുന്ന ഷാ പ്രൈസ് 2024 ലഭിച്ച ഇന്ത്യൻ വംശജനായ ജ്യോതിശാസ്ത്രജ്ഞനാരാണ്? ശ്രീനിവാസ് ആർ കുൽക്കർണിയാണ്. അതേപോലെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്ന കേരളത്തിൻ്റെ നീന്തൽ പരിശീലന പദ്ധതിയുടെ പേരാണ് സ്പ്ലാഷ്. ലോക്സഭാ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം സംബന്ധിച്ച പരാതികൾ അറിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ ആപ്പിൻ്റെ പേരാണ് സി വിജിൽ. അടുത്ത ചോദ്യം, അക്വാട്ടിക് മത്സരങ്ങൾക്കായുള്ള ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള നീന്തൽക്കുളം സ്ഥിതി ചെയ്യുന്ന രാജ്യം? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നീന്തൽക്കുളമുള്ള സ്ഥിതി ചെയ്യുന്ന രാജ്യം ഭൂട്ടാൻ. നിരവധി തവണ പൊട്ടിത്തെറിച്ച സെമൈരു എന്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം? ഇന്തോനേഷ്യ. MERS കൊറോണ വൈറസ് സ്ഥിരീകരിച്ച രാജ്യം? സൗദി അറേബ്യ. MERS കൊറോണ വൈറസ് സ്ഥിരീകരിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യയാണ്. 2024 മെയ്യിൽ ഗവേഷകർ കണ്ടെത്തിയ നൈൽ നദിയുടെ നഷ്ടപ്പെട്ട കൈവഴിയുടെ പേരാണ് അഹ്റമത്ത്. അപ്പം നഷ്ടപ്പെട്ട കൈവഴി ഏതാണ്? അഹ്റമത്താണ്. സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അക്ഷരം മ്യൂസിയം. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യം മെയ് 22 2024 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് പദ്ധതിയുടെ ഭാഗമാകുക. ആനകളെ നിരീക്ഷിക്കുന്നതിനു വേണ്ടി റെയിൽവേയുടെ പുതിയ AI പദ്ധതിയുടെ പേരാണ് ഗജരാജ. ആനകളെ നിരീക്ഷിക്കാൻ വേണ്ടി റെയിൽവേയുടെ പുതിയ AI പദ്ധതിയാണ് ഗജരാജ. 2024 50 വർഷം പൂർത്തിയാക്കുന്ന SNDP യോഗത്തിൻ്റെ 2ാമത്തെ മുഖപത്രമാണ് യോഗനാഥം. 2024 50 വർഷം പൂർത്തിയാക്കുന്ന SNDP യോഗത്തിൻ്റെ 2ാമത്തെ മുഖപത്രമാണ് യോഗനാഥം. അപ്പോൾ ആദ്യത്തേതാണ് വിവേകോദയം. അടുത്ത ചോദ്യം,
തോപ്പിൽ ഭാസിയുടെ ജന്മശതാബ്ദിയും KPCA വജ്രജൂബിലിയോടും അനുബന്ധിച്ച് വീണ്ടും അവതരിപ്പിച്ച നാടകമാണ് ഒളിവിലെ ഓർമ്മകൾ. ഒളിവിലെ ഓർമ്മകൾ. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പുഷ്പമേള ഏതാണ്? ദ ഗ്രേറ്റ് സ്പ്രിംഗ് ഷോ ലണ്ടനിലാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പുഷ്പമേള ഏതാണ്? ദ ഗ്രേറ്റ് സ്പ്രിംഗ് ഷോ. 2024 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 400 മീറ്റർ 2020 വിഭാഗത്തിൽ ലോക റെക്കോർഡ് സ്വർണം നേടിയ ഇന്ത്യൻ താരമാണ് ദീപ്തി ജീവൻജി. ഗുണ്ടകളെ പിടികൂടാൻ കേരളത്തിലെ പോലീസ് ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ആഗ്. ഗുണ്ടകളെ പിടികൂടാൻ കേരള പോലീസ് ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ആഗ്. ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനിക അഭ്യാസം അറിയപ്പെടുന്ന പേര് ശക്തിയാണ്. ഇതിൻ്റെ വേദി മേഘാലയാണ്. ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനിക അഭ്യാസം അറിയപ്പെടുന്ന പേര് ശക്തി. അടുത്ത ചോദ്യം, പരിസ്ഥിതി സംരക്ഷണത്തിന് മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികൾക്ക് 10 വർഷത്തെ ബ്ലൂ റെസിഡൻസി വിസ പ്രഖ്യാപിച്ച രാജ്യം UAE ആണ്. പരിസ്ഥിതി സംരക്ഷണത്തിന് മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികൾക്ക് 10 വർഷത്തെ ബ്ലൂ റെസിഡൻസി വിസ പ്രഖ്യാപിച്ച രാജ്യം UAE ആണ്. 2024 ഫോബ്സ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ലോക തേനീച്ച ദിനം മെയ് 20. ലോക തേനീച്ച ദിനം മെയ് 20. 2024 ലോക തേനീച്ച ദിനത്തിൻ്റെ പ്രമേയമാണ് ബി എൻഗേജ്ഡ് വിത്ത് യൂത്ത്. അതേപോലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം പൂനെയാണ്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം പൂനെ. 2024 ലോക ഹൈപ്പർ ടെൻഷൻ ദിനം മെയ് 17. 2024 ലോക ഹൈപ്പർ ടെൻഷൻ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് നിങ്ങളുടെ രക്തസമ്മർദ്ദം കൃത്യമായി അളക്കുക, നിയന്ത്രിക്കുക, കൂടുതൽ കാലം ജീവിക്കുക എന്നതാണ് 2024 ലോക ഹൈപ്പർ ടെൻഷൻ ദിനത്തിൻ്റെ പ്രമേയം. അപ്പം നിങ്ങളുടെ രക്തസമ്മർദ്ദം കൃത്യമായി അളക്കുക, നിയന്ത്രിക്കുക, കൂടുതൽ കാലം ജീവിക്കുക. 2024 100ാം സമാധി വാർഷിക ദിനം ആചരിക്കുന്ന നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുടെ 100ാം സമാധി വാർഷികം അറിയപ്പെടുന്ന പേരാണ് മഹാഗുരുവർഷം 2024. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര നേഴ്സസ് ദിനം മെയ് 12. 2024 അന്താരാഷ്ട്ര നേഴ്സസ് ദിനത്തിൻ്റെ പ്രമേയമാണ് നമ്മുടെ നേഴ്സുമാർ അവരുടെ ഭാവി പരിചരണത്തിൻ്റെ സാമ്പത്തിക ശക്തി. നമ്മുടെ നേഴ്സുമാർ നമ്മുടെ ഭാവി പരിചരണത്തിൻ്റെ സാമ്പത്തിക ശക്തി എന്നതാണ് 2024 അന്താരാഷ്ട്ര നേഴ്സസ് ദിനത്തിൻ്റെ പ്രമേയം. 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിക്ക് വേദിയായത് റോട്ടർഡാം, നെതർലാൻഡ്. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിൻ്റെ 50ാം വാർഷികം ആചരിക്കുന്നതെന്നാണ് 2024 മെയ് 18. എല്ലാ സംസ്ഥാനങ്ങളിലെയും ഭക്ഷ്യവിതരണ ശൃംഖലയെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിന് കീഴിലാക്കുന്ന കേന്ദ്ര പദ്ധതിയുടെ പേരാണ് സ്മാർട്ട് PDS. അടുത്തിടെ ഭൂമിയിലുണ്ടായ സൗരോർജ്ജ കൊടുങ്കാറ്റിന് കാരണമായ സൂര്യനിൽ നടന്ന പ്രതിഭാസം ഏതാണ്? പ്രതിഭാസത്തിൻ്റെ പേരാണ് കൊറോണൽ മാസ് ഇജക്ഷൻ. 2024 25 വർഷം പിന്നിടുന്ന കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ചന്ദ്രനിൽ ആദ്യമായി റെയിൽവേ സംവിധാനം നിർമ്മിക്കാൻ പദ്ധതിയിടുന്ന സ്പേസ് ഏജൻസിയാണ് നാസ. അപ്പോൾ ഈ പദ്ധതിയുടെ പേരാണ് ഫ്ലോട്ട്. 2024 മെയ്യിൽ കെനിയയിലും ടാൻസാനിയയിലും വീശിയടിച്ച ചുഴലിക്കാറ്റിൻ്റെ പേരാണ് ഹിദായ. അടുത്തിടെ ഇടമലയാർ വനമേഖലയിൽ നിന്ന് കണ്ടെത്തിയ നെല്ലി വർഗത്തിൽപ്പെട്ട സസ്യം, അതിൻ്റെ പേരാണ് എംബ്ലിക്ക ചക്രബർത്തിയ.
സൗരോർജ്ജ ഉൽപ്പാദനത്തിൽ ഇന്ത്യ ഏത് രാജ്യത്തെ പിന്തള്ളിയാണ് 3-ാം സ്ഥാനത്തെത്തിയത്? ജപ്പാനാണ്. അപ്പോൾ 1-ാം സ്ഥാനം ചൈനയാണ്, 2-ാം സ്ഥാനം അമേരിക്കയാണ്, 3-ാം സ്ഥാനം ഇന്ത്യ, 4-ാം സ്ഥാനം ജപ്പാൻ. അടുത്ത ചോദ്യം, കാപ്പ ചുമത്തിയവരെയും പിടികിട്ടാപ്പുള്ളികളെയും പിടികൂടുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ ആഗ്. ഓപ്പറേഷൻ ആഗ്. അടുത്ത ചോദ്യം, സുപ്രീം കോടതി ബാർ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് കപിൽ സിബൽ. അപ്പോൾ കപിൽ സിബലാണ് സുപ്രീം കോടതി ബാർ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. 2024 മെയ്യിൽ അമീമിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത ജില്ല മലപ്പുറമാണ്. അമീമിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത ജില്ല. 2024 അന്താരാഷ്ട്ര കുടുംബ ദിനത്തിൻ്റെ പ്രമേയം. കുടുംബദിനത്തിൻ്റെ പ്രമേയം എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും എന്നുമാണ്. കുടുംബങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും, ഇതാണ് 2024 അന്താരാഷ്ട്ര കുടുംബ ദിനത്തിൻ്റെ പ്രമേയം. ക്രിമിനൽ കേസിൽ പ്രതികളായ വ്യക്തികളെ കണ്ടെത്താനായി പോലീസ് പുറത്തിറക്കുന്ന നോട്ടീസിൻ്റെ പേരാണ് ബ്ലൂ കോർണർ നോട്ടീസ്. ബ്ലൂ കോർണർ നോട്ടീസ്. അടുത്തിടെ ഇന്ത്യൻ വ്യോമസേന വിജയകരമായി പരീക്ഷിച്ച പുതിയ വ്യോമസേന മിസൈലിൻ്റെ പേരാണ് ക്രിസ്റ്റൽ മേസ് 2. അടുത്ത ചോദ്യം, 2024 മെയ്യിൽ അന്തരിച്ച ബിരുബല രാഭ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാമൂഹ്യ പ്രവർത്തനമാണ്. അടുത്ത ചോദ്യം, മെയ്യിൽ ഏതു രാജ്യത്തു നിന്നാണ് ഇന്ത്യ S-400 എന്ന മിസൈൽ വാങ്ങിയത്? റഷ്യയാണ്. S-400. ഇന്ത്യയിൽ ആദ്യമായി 6G ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം ജപ്പാനാണ്. ഇന്ത്യയിൽ ആദ്യമായി 6G ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം ജപ്പാനാണ്. ഇന്ത്യയിൽ ആദ്യ വെർച്വൽ ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കിയ രാജ്യം HDFC. ഇന്ത്യയിലെ ആദ്യ വെർച്വൽ ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കിയ രാജ്യം HDFC ആണ്. അടുത്ത ചോദ്യം, ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യത്തെ വിമാനത്താവളം. അടുത്ത ചോദ്യം, ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ചേർന്നുള്ള ഗഗൻ സ്ട്രൈക്ക് 11 സംയുക്ത അഭ്യാസത്തിൻ്റെ വേദി പഞ്ചാബാണ്. ഗഗൻ സ്ട്രൈക്ക് 11 അതിൻ്റെ വേദി പഞ്ചാബാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ റെയിൽ നിലവിൽ വരുന്ന ജില്ല തിരുവനന്തപുരമാണ്. കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ റെയിൽ നിലവിൽ വരുന്ന ജില്ല തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ മെട്രോ റെയിൽ വരുന്നത് കൊച്ചിയിലാണ്. എയർ ഇന്ത്യയുടെ ആഗോള സോഫ്റ്റ്വെയർ വികസന കേന്ദ്രം നിലവിൽ വരുന്ന കേരളത്തിലെ നഗരം കൊച്ചിയാണ്. എയർ ഇന്ത്യയുടെ ആഗോള സോഫ്റ്റ്വെയർ വികസന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. അടുത്ത ചോദ്യം, അടുത്തിടെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയ പൂവ് ഏതാണ്? അരളിപ്പൂവാണ്. അടുത്ത ചോദ്യം, എവറസ്റ്റ് കീഴടക്കിയ ടെൻസിംഗ് നോർഗയുടെ ജീവിതകഥ പറയുന്ന സിനിമയാണ് ടെൻസിംഗ്. ഏതു രാജ്യത്തെ സുപ്രീം കോടതിയാണ് പ്രഗ്നന്റ് വുമൺ എന്നതിന് പകരം പ്രഗ്നന്റ് പേഴ്സൺ എന്ന പദം ഉപയോഗിക്കണമെന്ന് പ്രസ്താവിച്ചത്? ഇന്ത്യയാണ്. അപ്പോൾ പ്രഗ്നന്റ് വുമൺ എന്നതിന് പകരം പ്രഗ്നന്റ് പേഴ്സൺ എന്ന പദം ഉപയോഗിക്കണമെന്ന് പ്രസ്താവിച്ചത് സുപ്രീം കോടതി ഇന്ത്യയാണ്. ൽ വൈറ്റ് നൈൽ പനി സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? മലപ്പുറം, കോഴിക്കോട്. വൈറ്റ് നൈൽ പനി. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യമായി വൈറ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ആലപ്പുഴയാണ്. 2011 2024 ലോക കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ബാക്കുവാണ്, അസർബൈജാൻ. ഇന്ത്യയുമായുള്ള അതിർത്തി പ്രദേശങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ പുതിയ 100 രൂപ നോട്ട് അവതരിപ്പിക്കാൻ തീരുമാനിച്ച രാജ്യം നേപ്പാളാണ്. ഇന്ത്യയുമായുള്ള അതിർത്തി പ്രദേശങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ പുതിയ 100 രൂപ നോട്ട് അവതരിപ്പിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? നേപ്പാൾ.
സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ ജനന വൈകല്യം കണ്ടെത്തുന്നതിന് വേണ്ടി സമഗ്ര ആരോഗ്യ പരിശോധന പദ്ധതിയുടെ പേരാണ് ശലഭം. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ AI സുരക്ഷാ ഉച്ചകോടി നടന്നത് ഇംഗ്ലണ്ടിലാണ്. ഇംഗ്ലണ്ട്. അപ്പം ഇത്രയുമാണ് 2024 മെയ് മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.